ഹായ് എവരിവൺ, AC കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് സജി. നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് സോൾവൻസി റേഷ്യോയുടെ മൂന്നാമത്തെ റേഷ്യോ ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ രണ്ടെണ്ണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഡെപ്റ്റ് ഈക്വിറ്റി റേഷ്യോയും ഡെപ്റ്റ് ടു ക്യാപിറ്റൽ റേഷ്യോ. ഇനി പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ റേഷ്യോ ആയ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ്. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ ബ്രാക്കറ്റ് ഷോർട്ട് ഫോം ആക്കിയതാണ്. എക്സാമിന് ആ ഷോർട്ട് ഫോം എഴുതാൻ പാടില്ല, അത് ഫുള്ളായിട്ട് തന്നെ എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ ഏതാണ് മൂന്നാമത്തെ റേഷ്യോ? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ്. അതിൻ്റെ ഷോർട്ട് ഫോം എന്താണ്? ICR. എക്സാമിന് ICR എന്ന് എഴുതലും ഫുള്ളായിട്ട് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് താഴെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇക്വേഷൻ? ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് എക്സ്പെൻസസ്. ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസിന്റെ ഷോർട്ട് ഫോം ആണ് EBIT. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഷോർട്ട് ഫോമിൽ എഴുതാം. അപ്പൊ നമുക്ക് എന്താ പറയാം? EBIT ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് എഴുതാം. ഫുള്ളായിട്ട് എഴുതാം. മറന്നു പോവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഷോർട്ട് ഫോം പേര് എഴുതാം. EBIT ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് എഴുതാം. അതല്ല ഫുള്ളായിട്ട് എഴുതുന്നെങ്കിൽ അങ്ങനെയാവാം. ബ്രാക്കറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഷോർട്ട് ഫോം കൂടെ എഴുതുന്നെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ സോൾവൻസി റേഷ്യോയുടെ മൂന്നാമത്തെ റേഷ്യോ ഇക്വേഷൻ മനസ്സിലായല്ലോ. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഈക്വൽ ടു ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് എക്സ്പെൻസസ്. അപ്പൊ നമുക്ക് അതിന്റെ പ്രോബ്ലം നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ലിമിറ്റഡ് ഹാസ് ദി ഫോളോയിങ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഫോർ ഇയർ 2024. എ എന്നൊരു കമ്പനിയുടെ 2024 വർഷത്തിലെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണ് താഴെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ കണ്ടിട്ടുണ്ട്? EBIT മീൻസ് ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് 6 ലക്ഷം, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് 1,20,000. എന്നിട്ട് പറയാണ് കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. തന്നിരിക്കുന്ന രണ്ട് ഐറ്റംസ് വെച്ചുകൊണ്ട് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പൊ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതെങ്ങനെ മനസ്സിലായി? ഇക്വേഷൻ വെച്ചുള്ള ഐറ്റംസ് ആണ് തന്നിരിക്കുന്നത്. അതാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ എന്താ എഴുതിയിരിക്കുന്നത്? ICR ഈക്വൽ ടു, നിങ്ങൾ എക്സാമിന് ICR എഴുതണം. ഇവിടെ എഴുതാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനൊരു ഷോർട്ട് ഫോം ആക്കിയത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഈക്വൽ ടു ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് എക്സ്പെൻസസ്. ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസിന്റെ ഷോർട്ട് ഫോം അതാണ് EBIT. അപ്പൊ നിങ്ങൾ EBIT എഴുതിയാലും മതി. അപ്പൊ നമ്മുടെ ക്വസ്റ്റിനകത്ത് EBIT എത്ര തന്നിരിക്കുന്നത്? 6 ലക്ഷം. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എത്ര തന്നിരിക്കുന്നത്? 1,20,000. അപ്പൊ രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. 6 ലക്ഷം ഡിവൈഡ് ബൈ 1,20,000 ഈക്വൽ ടു എത്രയായിരിക്കും? 5 ലക്ഷം. അപ്പൊ ഇതാണ് ആൻസർ. അപ്പൊ എന്തും കൂടെ ചെയ്ത് വിടാം? ടൈംസ് കൂടെ വേണം. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ എന്തായി? 5 ടൈംസ്. ഇനി അടുത്ത പറയാൻ പറഞ്ഞത് ടൈപ്സ് ഓഫ് റേഷ്യോയിലെ മൂന്നാമത്തെ റേഷ്യോ ആണ് ആക്ടിവിറ്റി റേഷ്യോ. ഒന്നാമത്തെ റേഷ്യോ ഏതായിരുന്നു? ലിക്വിഡിറ്റി റേഷ്യോ. രണ്ടെന്തുമായിരുന്നു? സോൾവൻസി റേഷ്യോ. ഇപ്പൊ പറയുന്നതാണ് ആക്ടിവിറ്റി റേഷ്യോ ആണ് അല്ലെ. അതിൽ എത്ര ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ്? ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ, ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. 4 എണ്ണമാണ് തന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഓരോന്ന് എന്താന്ന് നോക്കാം. അത് നമ്മൾ ആദ്യം പറയാൻ പറ്റുന്നതാണ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ആണ്. ഇൻവെന്ററിയുടെ വേറൊരു പേരാണ് സ്റ്റോക്ക് എന്ന് പറയും. അപ്പൊ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോയ്ക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് ചോദിക്കാം. അപ്പൊ അതിന്റെ ഇക്വേഷൻ പറഞ്ഞ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ആവറേജ് ഇൻവെന്ററി തരത്തില്ല. ആവറേജ് ഇൻവെന്ററി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് തരണം? ഓപ്പണിംഗ് ഇൻവെന്ററി തരണം, ക്ലോസിംഗ് ഇൻവെന്ററി തരണം. ഇൻവെന്ററിയുടെ വേറെ പേരാണ് സ്റ്റോക്ക് ആണ്. അപ്പൊ നമുക്ക് ആവറേജ് സ്റ്റോക്ക് എന്ന് പറയാം. അപ്പൊ ആവറേജ് സ്റ്റോക്ക് അല്ലെങ്കിൽ ആവറേജ് ഇൻവെന്ററി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തൊക്കെ തരണം? ഓപ്പണിംഗ് ഇൻവെന്ററിയും ക്ലോസിംഗ് ഇൻവെന്ററിയും, അതായത് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തരണം. അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ 2 നേടണം. അപ്പൊ ഇക്വേഷൻ മനസ്സിലായല്ലോ. അപ്പൊ ആവറേജ് ഇൻവെന്ററി ഈക്വൽ ടു ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് ക്ലോസിംഗ് ഇൻവെന്ററി ഡിവൈഡഡ് ബൈ 2. ഇതാണ് ആവറേജ് ഇൻവെന്ററി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് തന്നിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് ഈ റേഷ്യോക്കകത്ത് 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഷോർട്ട് ഫോം ആണ് COGS. കണ്ടല്ലോ, കോസ്റ്റിന്റെ
സിയും ഓഫിൻ്റെ ഒയും ഗുഡ്സിൻ്റെ ജിയും സോൾഡിൻ്റെ എസും. അതാണ് ബ്രാക്കറ്റ് ഷോർട്ട് ഫോം കാണിച്ചിരിക്കുന്നത്. എത്രയാണ് എമൗണ്ട്? 5 ലക്ഷം രൂപ. ഓപ്പണിംഗ് ഇൻവെന്ററി 1 ലക്ഷം തന്നിട്ടുണ്ട്. ക്ലോസിംഗ് ഇൻവെന്ററി 1,50,000 തന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ് കാൽക്കുലേറ്റ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കണ്ടല്ലോ. അപ്പോൾ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോയുടെ ഇക്വേഷൻ പറഞ്ഞു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി. നമ്മുടെ ക്വസ്റ്റിനകത്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടില്ലേ? എത്രയാണ് എമൗണ്ട്? 5 ലക്ഷം തന്നിട്ടുണ്ട്. ആവറേജ് ഇൻവെന്ററി തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. പകരം അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ടല്ലോ. അപ്പോൾ എന്തുവായിരുന്നു ഇക്വേഷൻ? തന്നിട്ട് ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് ക്ലോസിംഗ് ഇൻവെന്ററി ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഇക്വേഷൻ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യണം ആവറേജ് ഇൻവെന്ററി കണ്ടുപിടിക്കണം. ആവറേജ് ഇൻവെന്ററി ഈക്വൽ ടു ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് ക്ലോസിംഗ് ഇൻവെന്ററി ഡിവൈഡഡ് ബൈ 2. ക്വസ്റ്റിനകത്ത് ഓപ്പണിംഗ് ഇൻവെന്ററി എത്ര നിൽക്കുന്നത്? 1 ലക്ഷം. ക്ലോസിംഗ് ഇൻവെന്ററി എത്ര നിൽക്കുന്നത്? 1,50,000 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1 ലക്ഷം പ്ലസ് 1,50,000 ഡിവൈഡഡ് ബൈ 2. 1 ലക്ഷത്തിന് 1,50,000 കൂട്ടുമ്പോൾ എത്ര വരും? 2,50,000 വരും. അങ്ങനെ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്ര ടൈംസ് വരും? 1,25,000 കിട്ടും. ആ 1,25,000 ആണ് ഈ താഴെ കാണിച്ചിരിക്കുന്നത്, കണ്ടല്ലോ. കോസ്റ്റ് ഗുഡ്സ് എത്ര ഉണ്ട്? 5 ലക്ഷം രൂപ. ആ 5 ലക്ഷം ചെയ്യണം മുകളിൽ ചെയ്യണം. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4 കിട്ടും. അപ്പോൾ ഫൈനൽ ആൻസർ അപ്പോൾ 4 ടൈംസ്. അപ്പോൾ ഇതാണ് ആൻസർ. മനസ്സിലായല്ലോ? അപ്പോൾ കോസ്റ്റ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് ഇൻവെന്ററി ക്ലോസിംഗ് ഇൻവെന്ററി തന്നിട്ടുണ്ട്, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ കോസ്റ്റ് ഗുഡ്സ് സോൾഡിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യണം? 5 ലക്ഷം എഴുതുക. ആവറേജ് ഇൻവെന്ററി എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളത് കണ്ടുപിടിക്കുക. അവിടെ കണ്ടുപിടിക്കുമ്പോൾ എത്ര കിട്ടും? 1,25,000 കിട്ടും. ആ വാല്യൂ ആണ് ഈ താഴെ കാണിച്ചിരിക്കുന്നത്, കണ്ടല്ലോ. അപ്പോൾ ഫൈനൽ ആൻസർ എത്രയും 4 ടൈംസ്. അപ്പോൾ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാമേ. റിലയൻസ് ലിമിറ്റഡ് ഹാസ് സോൾഡ് ഗുഡ്സ് വർത്ത് ₹2,50,000 വിത്ത് എ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഓഫ് 20%. റിലയൻസ് എന്നൊരു കമ്പനിയിൽ സാധനങ്ങൾ വിൽക്കുവാണ്. എത്ര രൂപയ്ക്ക്? 2,50,000 രൂപ. ഈ 2,50,000-ത്തിനകത്താണ് ഗ്രോസ് പ്രോഫിറ്റ് 20% കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ സോൾഡ് നോമിനൽ പേര് എന്താണ്? സെയിൽസ് ആണ് അല്ലേ? അപ്പോൾ സെയിൽസ് നമുക്ക് എത്ര ഉണ്ട്? 2,50,000 തന്നിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് 20% എന്ന് പറയുന്നത് സെയിൽസിന്റെ 20% എടുക്കാനാണ്. അപ്പോൾ സെയിൽസ് എത്ര ഉണ്ട്? 2,50,000 അല്ലയോ? ആ 2,50,000-ന്റെ 20% കണ്ടുവയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ സെയിൽസും ഗ്രോസ് പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്, കണ്ടല്ലോ. അപ്പോൾ നോക്കിയതാ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിനകത്ത് സെയിൽസ് എത്ര പറഞ്ഞിരിക്കുന്നത്? 2,50,000 ഇല്ലയോ? അപ്പോൾ അതാണ്ട് 2,50,000 മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ താഴെ ഇട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു റേറ്റ് ബൈ 100. ഇതാണ് ഇക്വേഷൻ. സെയിൽസ് എത്ര ഉണ്ട്? 2,50,000. ആ 2,50,000 ഇൻറ്റു റേറ്റ് എത്ര പറഞ്ഞിരിക്കുന്നത്? 100%. അപ്പോൾ നിങ്ങളുടെ റേറ്റ് സ്ഥാനത്ത് വേണം 20 ചെയ്യണം. നിങ്ങളുടെ 100 എന്ത് ചെയ്യാം? താഴെ എഴുതി പോകണം, കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ 2,50,000-ന്റെ 20% ആകുമ്പോൾ എത്ര ആൻസർ? 50,000 വരും. അപ്പോൾ ഇതാണ് ഗ്രോസ് പ്രോഫിറ്റ്, കണ്ടോ. ഈ 50,000 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 2,50,000-ത്തിനത് 50,000 ബാക്കി എത്ര വരും? 2 ലക്ഷം വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി, കണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്തിട്ട് നോക്കി. ദ സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ് ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ. ആ വർഷത്തെ തുടക്കത്തിലെ സ്റ്റോക്കും ഉണ്ട്, അവസാനത്തെ സ്റ്റോക്കും യഥാക്രമം തന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ബിഗിനിങ് മീൻസ് എന്താ? തുടക്കത്തിലേക്ക്. അപ്പോൾ തുടക്കത്തിലെ സ്റ്റോക്കിന് എന്താ പറയും? ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഓപ്പണിംഗ് ഇൻവെന്ററി. ഇനി അവസാനത്തെ എന്ന് പറയുമ്പോൾ അർത്ഥം എന്തുവാ? ക്ലോസിംഗ് ഇൻവെന്ററി അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക്, അതും തന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതെന്തിൻ്റെ ആയിരിക്കും? ആവറേജ് ഇൻവെന്ററി ആയിരിക്കും അല്ലേ? അപ്പോൾ നോക്കിയേ, ആവറേജ് സ്റ്റോക്ക് അല്ലെങ്കിൽ ആവറേജ് ഇൻവെന്ററി ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിനകത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര നിൽക്കുന്നത്? 35,000. ആദ്യം കാണുന്ന വാല്യൂ സ്റ്റോക്ക് അടുത്ത ബിഗിനിങ് അല്ലേ? അപ്പോൾ അതാണ് 35,000. പിന്നെ വരുന്ന 8 അല്ലേ? അതെത്രയാണ്? 40,000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 35,000 പ്ലസ് 40,000 ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുക്കും, കണ്ടല്ലോ. 35,000-ന് 40,000 കൂട്ടുക, അതുകൊണ്ട് എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? എത്ര ഒരു ആൻസർ?
1,25,000 വരും അല്ലേ? സോറി, 40,000 വരും ആൻസർ. എത്ര വരും? 40,000 രൂപ. അവിടെ മിസ്റ്റേക്ക് ഉണ്ട്. കണ്ടല്ലോ, 35,000-ന് 40,000 കൂട്ടപ്പോൾ എത്ര വരും? 80,000 വരും. ആ 80,000 ചെയ്യണം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്ര വരും? 40,000 വരും. ആ 40,000 ആണ് എവിടെ ഇരിക്കുന്നത്? തൻ്റെ ഇക്വേഷൻ്റെ താഴെ ഇരിക്കുന്നത്. കണ്ടല്ലോ. എന്നിട്ട് പറയാണ് കാൽക്കുലേറ്റ് സ്റ്റോക്ക് ടേൺ റേഷ്യോ. അപ്പോൾ സ്റ്റോക്ക് ടേൺ റേഷ്യോ ഇക്വേഷൻ മനസ്സിലായല്ലോ. കോസ്റ്റ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെന്ററി. അപ്പോൾ കോസ്റ്റ് ഗുഡ്സ് സോൾഡ് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. കണ്ടോ? പിന്നെ ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിച്ചു. കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നേരെ വാല്യൂ റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ 2,00,000 ഡിവൈഡ് ബൈ 40,000. 2 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 5 വരും. അപ്പോൾ ഫൈനൽ ആൻസർ എന്തായി? 5 ടൈംസ്. എത്ര ഉള്ളൂ? അപ്പോൾ ഇത് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു ചെയ്യണം. ഓക്കെ.